തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. അന്നമനട മൂഴിക്കുളം റോഡ് നിർമ്മാണം ആരംഭിച്ചു. അമ്പലനട ജംഗ്ഷൻ മുതൽ പൂവത്തുശ്ശേരി ജയന്തി ജംഗ്ഷൻ വരെയുള്ള ബിസി ഓവർലേ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. വഴിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണമാല ഉടമയ്ക്ക് തിരികെ നൽകി വിദ്യാർത്ഥിനി മാതൃകയായി. വാളൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിക്കാണ് കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും സ്വർണമാല ലഭിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അന്നമനട മൂഴിക്കുളം റോഡ് നിർമ്മാണം ആരംഭിച്ചു. അമ്പലനട ജംഗ്ഷൻ മുതൽ പൂവത്തുശ്ശേരി ജയന്തി ജംഗ്ഷൻ വരെയുള്ള ബിസി ഓവർലേ പ്രവൃത്തികളാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. 7.88 രൂപയാണ് റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. VR സുനിൽകുമാർ MLA-യുടെ ശ്രമഫലമായി 7.88 കോടി രൂപയാണ് റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജയന്തി ജംഗ്ഷൻ മുതൽ പൂവത്തുശ്ശേരി വരെ ടാറിംഗ് നടക്കുമ്പോൾ മൂഴിക്കുളം ഭാഗത്തു നിന്നും മാള ഭാഗത്തേക്ക് പോകേണ്ട ചെറുവാഹനങ്ങൾ ജയന്തി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കുമ്പിടി വഴി പോകേണ്ടതാണ്. പൂവത്തുശ്ശേരി മുതൽ അമ്പലനട വരെ ടാറിംഗ് നടക്കുമ്പോൾ മാള ചാലക്കുടി ഭാഗത്തു നിന്നും ആലുവ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ആലുവ ഭാഗത്തു നിന്ന് ചാലക്കുടി മാള ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഇന്ദിരാഗാന്ധി റോഡ് വഴി കടന്നു പോകേണ്ടതാണ്. അമ്പലനട മുതൽ പൂവത്തുശ്ശേരി വരെയുള്ള ഭാഗത്ത് ടാറിംഗ് നടക്കുമ്പോൾ അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നതാണ്. ആലുവ ഭാഗത്തു നിന്നും മാളയ്ക്ക് പോകേണ്ട വാഹനങ്ങൾ പാറക്കടവിൽ നിന്നും തിരിഞ്ഞ് എരുവത്തൂർ വഴി പോകണം. ഈ രീതിയിലാണ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത ക്രമീകരണം നടത്തിയിട്ടുള്ളത്. ഈ 5 വർഷക്കാലം കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പശ്ചാത്തല വികസന രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ PWD ഡിപ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഹാർബർ വികസന ഫണ്ട്, MLA-യുടെ ആസ്തി വികസന ഫണ്ട്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് കൃഷിഭവൻ, രജിസ്ട്രാഫീസ് പോലുള്ള അംഗനവാടികൾ, സ്കൂൾ കെട്ടിടങ്ങളടക്കമുള്ള രംഗത്ത് വലിയ മാറ്റങ്ങളാണ്, വികസന കുതിപ്പാണ് അന്നമനടയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് തക്ക മറുപടി എന്ന നിലയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഏകദേശം 10 ദിവസത്തിനുള്ളിൽ ഇത് പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ അന്നമനടയിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡായി ഇതിന് മാറും. മീഡിയ ടൈം, മാള. നെല്ലായിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നു. നെല്ലായി സെന്ററിലെ വയലൂർ റോഡിലുള്ള മിനി മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. കടയ്ക്കുള്ളിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് മേശ തുറന്നത്. ഈ വെട്ടുകത്തിയും ഷട്ടറിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കമ്പിപ്പാരയും കടയുടെ സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിലും ഡെന്റൽ ക്ലിനിക്കിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നെല്ലായി മേഖലയിൽ മോഷണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. 3 മാസം മുമ്പ് വയലൂരിലെ പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയിരുന്നു. മാള പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത 9ാം വാർഡ് മെമ്പർ സിന്ധു അശോക് രാജിവെക്കുക, സിന്ധു അശോകിനെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി. മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ ജിയോ ജോർജ്, അമ്പിളി സജീവ്, TV യദു കൃഷ്ണൻ, നിത ജോഷി, ലിസി സേവ്യർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ
ചർച്ച നടത്തുകയും അതനുസരിച്ചുള്ള മറുപടി കൊടുക്കുകയും ചെയ്തതാണ് നമ്മുടെ എ ഇ. അതിനുശേഷം പഞ്ചായത്ത് കമ്മിറ്റിക്ക് ശേഷം എയുടെ ഓഫീസിൽ പോയിട്ട് എയിനെ തെറി പറഞ്ഞ് എയുടെ അവിടെ പോയി കസേര തല്ലുപിടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത 19-ാം വാർഡ് മെമ്പർ സിന്ധു അശോക്, മുൻ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയുടെ ധാർഷ്ട്യം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതിനെതിരെ കൊടുത്ത ആ പരാതി പോലീസിലേക്ക് കൈമാറണമെന്നാണ് ഞങ്ങൾക്ക് സെക്രട്ടറിയോട് ആവശ്യപ്പെടാറുള്ളത്. അത് പോലീസ് നടപടികളിൽ തന്നെ അതുപോലെ തന്നെ ആ മെമ്പർ രാജിവെച്ച് പുറത്തു പോകണം. അതുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ആവശ്യം അതാണ്. ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തിയിട്ടല്ല അവരത് ചെയ്യേണ്ടത്. ഇതിക്ക് മുന്നേ അവർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ തൊഴിലുറപ്പിലായാലും ഒരുപാട് റോഡുകൾ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേദനകൾ അവരനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇത് പോലീസ് നടപടിയിലേക്ക് തന്നെ പോകണം. അപ്പോൾ സിന്ധു മെമ്പർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ച് അതുപോലെ തന്നെ അതിൻ്റെ ഇതായിട്ട് അവർ രാജിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഏർപ്പെടുത്തിയ കേരള വിഷൻ സമ്മാനോത്സവ് പദ്ധതിയുടെ ബമ്പർ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. മാള കേബിൾ വിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ COA മാള മേഖലയിൽ ഇരിഞ്ഞാലക്കുട ഓപ്പറേറ്ററുടെ കസ്റ്റമർ മാപ്രാണം സ്വദേശി ET ശിൽബയ്ക്കാണ് 3ാം സമ്മാനമായ TV കൈമാറിയത്. പിന്നെ അത് കിട്ടുന്ന തീയതി അറിയിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുറേ ദിവസം കാണാതെ അദ്ദേഹത്തെ 1-2 പ്രാവശ്യം നമ്മൾ അന്വേഷിച്ചു. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ കേരള വിഷൻ ഇങ്ങനെ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു, അതിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷം. പിന്നെ സൂരജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് എപ്പോഴും ഒരു സേവന മനസ്ഥിതിയോടുകൂടി എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തോടും അതുപോലെ തന്നെ കേരള വിഷനോടും ഏറ്റവും സ്നേഹപൂർവ്വം ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. KCCL MD PP സുരേഷ് കുമാർ സമ്മാനം കൈമാറി. CO ജില്ലാ സെക്രട്ടറി P ആന്റണി, CO മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ, സെക്രട്ടറി CP പ്രദീപ് എന്നിവർ സംസാരിച്ചു. കേവലം ഏതെങ്കിലും സമ്മാന പദ്ധതി നടത്തിയോ അതല്ലെങ്കിൽ കുറച്ച് ഓഫറുകൾ കൊടുത്തോ ജനങ്ങളെ കൂടെ നിർത്തുക എന്നുള്ള ദൗത്യമല്ല കേരള വിഷൻ. കുറിച്ച് സമൂഹത്തിനകത്തെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ സാധാരണക്കാരന് അനുഭവിക്കാവുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ അവസ്ഥകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ തരം വിഷയങ്ങളിൽ കൂടി ഈ സമൂഹത്തിന് കേബിൾ TV സമൂഹത്തിന് അവരുടെ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതും കൂടി നമ്മുടെ ലക്ഷ്യമാക്കുന്നുണ്ട്. COA മാള മേഖല പ്രതിനിധികൾ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മിലാദ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ചെറുവാളൂർ പരിസരത്ത് ആരംഭിച്ച റാലി അന്നമനട ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി BM ഇല്യാസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. 1500-ാം ജന്മദിനത്തിന്റെ ഭാഗമായി മാള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച അതിമഹത്തായ നബിദിന റാലിയും പൊതുസമ്മേളനവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ കർമ്മത്തെ സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെ എല്ലാം മഹത്വം കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു ഇത് കാലമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാം ഇവിടെ നബിദിനാഘോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിനല്ല മൊത്ത ലോകത്തിന് തന്നെ മുഖം കെടുന്ന ഒരു പ്രവർത്തനമാണ് ഫലസ്തീനിലെ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് കുട്ടി ചാലക്കുടി അധ്യക്ഷത വഹിച്ചു. മുനീർ ഹുദവി വിളയിൽ, അൻവർ മാമ്പ്ര, BA അബ്ദുൽ കരീം, AA അഷ്റഫ്, അസ്ഗാലി ബദരി, മുഹമ്മദ് ഹുസൈൻ റഹ്മാനി, അബ്ദുൾ ഖാദർ ബാഗവി, ദാവൂദ് ബാഗവി, സ്വാലിഹ് മാരേക്കാട്, ആശിർ കാട്ടിക്കരക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. വഴിയിൽ കളഞ്ഞുകിട്ടിയ സ്വർണമാല ഉടമയ്ക്ക് തിരികെ നൽകി വിദ്യാർത്ഥിനി മാതൃകയായി. വാളൂർ സ്വദേശിനിയായ വിദ്യാർത്ഥി ആര്യയ്ക്കാണ് കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും സ്വർണമാല ലഭിച്ചത്. തുടർന്ന് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. മാമ്പ്ര വെറ്റിനറി ആശുപത്രിയിലെ ജീവനക്കാരിയായ പുതുക്കാട് സ്വദേശിനി ഷീജയുടെ
10 ഗ്രാം തൂക്കമുള്ള മാലയാണ് നഷ്ടപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ മാലയുടെ ഉടമയെ വിളിച്ചു വരുത്തി മാല കൈമാറി. ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. കടുപ്പശ്ശേരി കിഴുവാട്ടിൽ വീട്ടിൽ 54 വയസ്സുള്ള അജിതയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ആലൂർ കടുപ്പശ്ശേരി കച്ചേരിപ്പടി സ്വദേശി തവളകുളങ്ങര വീട്ടിൽ നിതിലിന്റെ വീട്ടിലെ അലമാരയിലെ ലോക്കറിൽ നിന്നും 9.75 പവൻ സ്വർണം മോഷണം നടത്തിയ കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരന്റെ അമ്മ അസുഖം മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് വീട്ടുജോലികൾ ചെയ്യാനായി അജിതയെ നിയോഗിച്ചിരുന്നു. അജിത വീട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് താക്കോലെടുത്ത് ലോക്കർ തുറന്ന് സ്വർണം മോഷ്ടിച്ചത്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ SHO ബി ഷാജിമോൻ, SI KP ജോർജ്, GSI T ജെയ്സൺ, GASI മിനിമോൾ, CPOമാരായ KS സിനേഷ്, KS സനില എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. കിഴക്കേ നടയിലെ ഭണ്ഡാരം കമ്പിപ്പാർ ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച നിലയിലാണ്. സമീപത്തെ വഴിപാട് കൗണ്ടറിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നിരിക്കുന്നത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് ഭണ്ഡാരം കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് ദേവസ്വം അധികൃതരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖല പുത്തഞ്ചിറ യൂണിറ്റിന്റെ 41ാം വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നടന്നു. അമ്പഴക്കാട് നടന്ന പരിപാടി മേഖലാ പ്രസിഡന്റ് PG കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വർഷകാലം മാള മേഖലയുടെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് പരിപാടി നടത്തുമ്പോഴും ഒരുവിധം എന്ത് പരിപാടിക്കും കൊണ്ടായാലും എന്ത് സമയവും പുത്തഞ്ചിറ യൂണിറ്റ് നല്ല രീതിയിൽ മാളയെ സഹായിക്കുന്നു. മാള മേഖലയ്ക്ക് പല കാര്യങ്ങൾക്കും പുറമേ പറയുമ്പോൾ പുത്തഞ്ചിറ യൂണിറ്റിലെ പല പ്രോഗ്രാംസും മാള മേഖലയിൽ നമ്മൾ ജില്ലാ ലെവലിലും കാണിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് നടത്തിയിരുന്നത് പുത്തഞ്ചിറ യൂണിറ്റ് എപ്പോഴും വേറിട്ടിരുന്ന രീതിയിലും കഴിഞ്ഞ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് പുത്തഞ്ചിറ യൂണിറ്റിന് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറി കിട്ടിയത്. ഈ കൊല്ലം അത് കിട്ടാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. അടുത്ത കൊല്ലം വരുന്ന ഭാരവാഹികളും ഇതേമാതിരി ഈ പോളേട്ടൻ ഈ കോംബോ, അതായത് ഈ 3 പേരുള്ള ഒരു കോംബോ മാതിരി തന്നെ എല്ലാ അടുത്ത് വരുന്ന ഭാരവാഹികൾക്കും പ്രവർത്തിക്കുകയാണ്. എന്നാലും നമ്മൾ തുടർച്ച ഉണ്ടായാലാണ്. പിന്നെ കാരണം സാധാരണ എല്ലാ യൂണിറ്റുകളും ഞാൻ കുറേ വർഷങ്ങളായിട്ട് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതാണ് നമുക്കറിയാം. ഒരു യൂണിറ്റിൻ്റെ പല യൂണിറ്റിൻ്റെ പ്രശ്നം 1-2 കൊല്ലം ഒരു ഭയങ്കരമായിട്ട് ഉഷാറായി വന്നിട്ടുണ്ട്. പിന്നെ നേരെ അടിയിലേക്ക് പോവാം. പുത്തഞ്ചിറ യൂണിറ്റ് പ്രസിഡന്റ് PJ പോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജോസ്, ഡെന്നിസ് കൈതാരത്ത്, വിനോദ് TB, ഷാജു TB, ഷിബു, അലോഷ്യസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം 2025 പുല്ലൂറ്റ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ചു. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള വിദ്യാരംഗം കലാസാഹിത്യവേദി കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികളായി സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല പ്രശസ്ത സാഹിത്യകാരൻ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ വിഭാഗം സാഹിത്യ സെമിനാർ അവതരണത്തിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KP അനുയയെ മൊമെന്റോ നൽകി ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിനു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് മണി, നാടക പ്രവർത്തകൻ ആദിത്യൻ കാതിക്കോട്, CJ ദാമു, സിനിമോൾ, അനീസ് മുഹമ്മദ്, കോർഡിനേറ്റർ NH സാംസൺ എന്നിവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ല കഥ, കവിത, രചന, അഭിനയം, ചിത്രരചന, നാടൻപാട്ട്, കാവ്യാലാപനം, പുസ്തകാസ്വാദനം എന്നീ മേഖലകളിലായി കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 350 കുട്ടികളാണ് പുല്ലൂറ്റ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. വിവിധ മേഖലകളിൽ പ്രശസ്തരായ റിസോഴ്സ് പേഴ്സൺമാരാണ് ശില്പശാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. കോവിഡിന് മുമ്പുണ്ടായിരുന്ന KSRTC ബസ് പുതിയ സർവീസുകൾ ആരംഭിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി DYFI SFI സംയുക്തമായി മാള KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു.
CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. SFI മാള ഏരിയ സെക്രട്ടറി ആൻജോ ഷാജൻ അധ്യക്ഷത വഹിച്ചു. C ധനുഷ് കുമാർ, IS അക്ഷയ്, സാന്ദ്ര മോഹൻ, അനന്തു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. അന്നമനട മൂഴിക്കുളം റോഡ് നിർമ്മാണം ആരംഭിച്ചു. അമ്പലനട ജംഗ്ഷൻ മുതൽ പൂവത്തുശ്ശേരി ജയന്തി ജംഗ്ഷൻ വരെയുള്ള ബിസി ഓവർലേ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണമാല ഉടമയ്ക്ക് തിരികെ നൽകി വിദ്യാർത്ഥിനി മാതൃകയായി. വാളൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിക്കാണ് കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും സ്വർണമാല ലഭിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.